മറ്റൊരു +2 ചരിത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ തീമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ തീം മുഴുവനായും നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി പഠിച്ചെടുക്കും. മൂന്നാമത്തെ തീമിലെ ഇംഗ്ലീഷിലുള്ള ഒരു നോട്ട്സും അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള ഒരു വിവരണവുമാണ് നൽകാൻ ശ്രമിക്കുന്നത്. ഈ ഇംഗ്ലീഷിലുള്ള നോട്ടും മലയാളത്തിലുള്ള വിവരണവും ഒരുപക്ഷെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഇയർലി സൊസൈറ്റി 600 BC to 600 CE. ബന്ധുത്വം, ജാതി, വർഗം, ആദ്യകാല സമൂഹം 600 BC മുതൽ 600 CE വരെ. 600 BC മുതൽ 600 CE വരെയുള്ള ഒരു സാമൂഹ്യ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്റോറിയൻസ് യൂസ് ടെക്സ്ച്വൽ ട്രഡീഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോസസ്. സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നത് കൃതികളെയാണ് സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ഗീവ്സ് അസ്. ഈ കൃതികൾ എന്തൊക്കെയാണ്, അതിനുള്ള സ്രോതസ്സുകൾ നമുക്ക്, അല്ലെങ്കിൽ കൃതികൾ സ്രോതസ്സായി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് ആ കൃതികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. സാമൂഹ്യ പെരുമാറ്റ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ സാമൂഹ്യ പെരുമാറ്റ നിയമങ്ങളെക്കുറിച്ച് ഈ കൃതിയിൽ പറയുന്നുണ്ടാകും. അപ്പം അന്നത്തെ നിയമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അന്നത്തെ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അന്നത്തെ സമൂഹം എങ്ങനെയായിരുന്നു സമൂഹം എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് പ്രാക്ടീസസ്. സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ കൃതികളിൽ പറയുന്നുണ്ടാവും. സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിത രീതി, എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സോഷ്യൽ ആക്ടേഴ്സ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരെ കുറിച്ച് ഈ കൃതികൾ പറയുന്നുണ്ടാവും. പെർസ്പെക്റ്റീവ്സ് ഓഫ് സ്പെസിഫിക് സോഷ്യൽ കാറ്റഗറീസ്. പെർസ്പെക്റ്റീവ്സ് ഓഫ് സ്പെസിഫിക് സോഷ്യൽ കാറ്റഗറീസ്. പ്രത്യേക സാമൂഹ്യ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ചില കൃതികളിൽ പറയുന്നുണ്ടാകും. വി കൺസിഡർ ദ ലാംഗ്വേജ് യൂസ്ഡ്. ഈ കൃതിയിൽ ഉപയോഗിച്ച ഭാഷ നമ്മൾ പരിഗണിക്കണം. ഇത് ഉയർന്ന വിഭാഗത്തിൻ്റെ ഭാഷയാണോ അതോ താഴ്ന്ന വിഭാഗത്തിൻ്റെ ഭാഷയാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. ദ വേ ഇൻ വിച്ച് ദ ടെക്സ്റ്റ് സർക്കുലേറ്റഡ്. ഈ കൃതി ആരാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ കൃതി സർക്കുലേറ്റ് ചെയ്ത വഴികൾ ഏതൊക്കെയാണ്, സമ്പന്ന വിഭാഗമാണോ ഉയർന്ന വിഭാഗമാണോ സാധാരണക്കാരുടെ ഇടയിലാണ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. ടെക്സ്റ്റ് ഹെൽപ്പ് us to understand attitude and practices shaped social history. കൃതികൾ സാമൂഹ്യ ചരിത്രം രൂപപ്പെടുത്താൻ സഹായിച്ച മനോഭാവങ്ങളും സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. ബെസ്റ്റ് എക്സാമ്പിൾ മഹാഭാരത. ഇതേപ്പറ്റി ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. അപ്പം നമ്മൾ ഈ തീമിൽ മുഴുവനായും അല്ലെങ്കിൽ ഏറെക്കുറെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മഹാഭാരതത്തിൽ നിന്ന് ആ കൃതി വായിക്കുമ്പോൾ സാമൂഹ്യ മാറ്റം, സാമൂഹ്യ ചരിത്രം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാഭാരതം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മഹാഭാരത കണ്ടെയ്ൻ 1,00,000 വേഴ്സസ്. മഹാഭാരതത്തിലെ 1,00,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മളെ മഹാഭാരതത്തിലെ 1,00,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇറ്റ് ഡെപ്പിക്ട് വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ കാറ്റഗറീസ് ആൻഡ് സിറ്റുവേഷൻസ്. ഇതിൽ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നു, വിവിധ വിഭാഗത്തെക്കുറിച്ചൊക്കെ ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഇറ്റ് കമ്പോസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് about 1,000 years. 1000 വർഷം കൊണ്ടാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. 500 onwards, 500 BC മുതൽ ആണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മഹാഭാരതം ഒരേ കാലഘട്ടത്തിൽ ഒരു കാലത്ത് എഴുതിയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. 1000 വർഷത്തിൻ്റെ ഇടയിലാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള മഹാഭാരതം ഉണ്ടായത്. ദ സെൻട്രൽ സ്റ്റോറി ഈസ് അബൌട്ട് 2 sets ഓഫ് varying cousins, കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. ഈ മഹാഭാരതത്തിൻ്റെ കേന്ദ്ര കഥ എന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു കലഹമാണ്. ആരൊക്കെയാണ് ഈ ജ്യേഷ്ഠാനുജന്മാരെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. എന്താണ് യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് കാരണമായി മാറിയത്? അതിന് നമ്മൾ മഹാഭാരതം ഒന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു കഥ നമുക്ക് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് ജ്യേഷ്ഠനും അനുജനും? നമുക്കറിയാം, ധൃതരാഷ്ട്രർ, പാണ്ഡു.
രണ്ടുപേരാണ്. ഇവരുടെ പിതാവിൻ്റെ പേര് വിചിത്രവീര്യൻ എന്നുള്ളതാണ്. വിചിത്രവീര്യൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് ഈ വിചിത്രവീര്യൻ എന്ന് പറയുന്ന രാജാവിന്, കുരു രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അംബികയും അംബാലികയുമാണ്. 2 ഭാര്യമാരുണ്ട്. ഈ 2 ഭാര്യമാരുടെ മക്കളാണ് ഈ ധൃതരാഷ്ട്രവും പാണ്ഡവനും. ധൃതരാഷ്ട്രയുടെ നമുക്കറിയാം അംബികയുടെ പുത്രനാണ് ധൃതരാഷ്ട്രൻ. ഈ ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന് ജന്മന അന്ധനായിരുന്നു. അദ്ദേഹത്തിന് ജന്മന കണ്ണ് കാണാൻ സാധിക്കില്ലായിരുന്നു. ധൃതരാഷ്ട്രർ ഗാന്ധാരി വിവാഹം കഴിച്ചു. നമുക്കറിയാം ഗാന്ധാരി എപ്പോഴും കണ്ണ് കെട്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവിന് കാണാൻ സാധിക്കാത്തതൊന്നും എനിക്കും കാണണ്ട എന്ന് കരുതിയിട്ടുള്ള തരത്തിലുള്ള സ്ത്രീയാണ്. കണ്ണ് മൂടിക്കെട്ടിയിട്ടാണ് ഗാന്ധാരിയെ നമ്മൾ മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർക്ക് 101 മക്കളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മൂത്ത മകനാണ് ദുര്യോധനൻ. ഈ ധൃതരാഷ്ട്രയുടെ മക്കളെയാണ് നമ്മൾ കൗരവർ എന്ന് പറയുന്നത്. പാണ്ഡു നമുക്കറിയാം. പാണ്ഡു അംബാലികയുടെ മകനാണ് പാണ്ഡു. പറയുന്ന പേര് പോലെ തന്നെയാണ്. വെളുത്ത രൂപമായിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, പാണ്ഡു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. കുന്തിക്ക് 3 മക്കളാണുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ മാദ്രിക്ക് 2. അങ്ങനെ അവർ 5 പേരാണ്. അവരെ പാണ്ഡവർ എന്നാണ് പറയുന്നത്. പാണ്ഡവർ 5 പേര്, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. കുന്തിക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കുട്ടിയുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് കർണൻ എന്ന കഥാപാത്രം, അല്ലെങ്കിൽ കർണൻ എന്ന കഥാപാത്രം കുന്തിയുടെ മകനാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നമാണ്. നമുക്കറിയാം മൂത്ത മകനായിട്ടുള്ള ജ്യേഷ്ഠൻ ആയിട്ടുള്ള ധൃതരാഷ്ട്ര അന്ധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ട്, അദ്ദേഹത്തിന് ജന്മന അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെടുന്നു. ആ രാജ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ രാജ്യഭരണം അദ്ദേഹത്തിന് നൽകാതെ അദ്ദേഹത്തിന്റെ അനുജനായ പാണ്ഡുവിന് നൽകുന്നു. പാണ്ഡു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പാണ്ഡു മരണപ്പെടുന്നു. അവിടെ വീണ്ടും ധൃതരാഷ്ട്രക്ക് ഒരു അവസരം വരുന്നു. അന്ധനായ ധൃതരാഷ്ട്ര ഈ സാഹചര്യത്തിൽ രാജാവായ അനുജൻ മരിച്ചുകൊണ്ട് അന്ധനായ ധൃതരാഷ്ട്ര, ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര രാജാവായി തീരുന്നത്. അപ്പോഴവിടെ ഒരു പ്രശ്നം ഉയർന്നു വരുന്നു. പാണ്ഡുവിൻ്റെ മക്കൾ രാജ്യത്തിന് അവകാശം ഉന്നയിക്കുകയാണ്. ഞങ്ങളുടെ പിതാവിൻ്റെ രാജ്യം ഞങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ കൗരവർ ദുര്യോധനന്റെ നേതൃത്വത്തിൽ പറയുകയാണ്, രാജ്യം എന്ന് പറയുന്നത് മൂത്ത മകനാണ് ലഭിക്കുക. മൂത്ത മകൻ എന്ന് പറയുന്നത് ധൃതരാഷ്ട്രമാണ്. അപ്പോൾ ധൃതരാഷ്ട്രന്റെ മക്കളായ ഞങ്ങൾക്കാണ് ഈ കുരു രാജ്യത്തിന്റെ അവകാശം എന്ന് പറയാം. അങ്ങനെ ഈ ജ്യേഷ്ഠ അനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നമുക്ക് ഈ മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിതൃദായ ക്രമം, അതായത് പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള ഒരു തർക്കമായിട്ട് വേണം നമ്മൾ ഈ മഹാഭാരതത്തെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു കലഹമാണിത്. അത് പിതൃദായക ക്രമം, അതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തർക്കമായിട്ട് വേണം, അല്ലെങ്കിൽ പിതൃദായ ക്രമം എന്ന സങ്കല്പം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മഹാഭാരതത്തിലെ കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പറഞ്ഞു, മഹാഭാരത കണ്ടെയ്ൻ 1,00,000 വേഴ്സസ്, 1,00,000 ശ്ലോകങ്ങളാണുള്ളത്. ഇറ്റ് ഡിപിക്ട് വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ കാറ്റഗറീസ് ആൻഡ് സിറ്റുവേഷൻസ്. ഇറ്റ് കമ്പോസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് about 1,000 years. The central story is about 2 sets of warring cousins, Kauravas and Pandavas. The text also contains norms of behavior of various social groups. വിവിധ സാമൂഹ്യ വിഭാഗത്തിൻ്റെ സാമൂഹ്യ പെരുമാറ്റ ചട്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് പരിശോധിക്കാം. ദ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ദി മഹാഭാരത. ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ദി മഹാഭാരത. മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായ പതിപ്പ്. മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായ പതിപ്പ്. Under the leadership of V.S. Suktankar, a team of scholars take of preparing a critical edition of Mahabharata. മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ ഒരു പതിപ്പ് V.S. സുക്താങ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കാൻ ആരംഭിച്ചു. ഇറ്റ് ബിഗൻ ഇൻ 1919. 1919 ഇത് ആരംഭിച്ചത്. ഇറ്റ് മീൻ കളക്ടിങ് സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റ് ഓഫ് ദി ടെക്സ്റ്റ് written in variety of scripts from different parts of the country. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കൈയെഴുത്ത് പ്രതികൾ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി. പല ഭാഷയിൽ എഴുതിയാണ് ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി. ടീം വർക്ക്ഡ് ഔട്ട് എ മെത്തേഡ് ഓഫ് കമ്പയറിംഗ് വേഴ്സസ് ഫ്രം ഈച്ച് മാനുസ്ക്രിപ്റ്റ്. ഓരോ കൈയെഴുത്ത് പ്രതിയിലെയും ശ്ലോകങ്ങൾ
പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടി, താരതമ്യം ചെയ്യാൻ വേണ്ടി ഈ ടീം ശ്രമിച്ചു. They select the verses that appeared common to most version. എല്ലാത്തിലും ഒരേപോലെയുള്ള ഈ ശ്ലോകങ്ങൾ അവർ കണ്ടെത്തി. പബ്ലിഷിംഗ് സെവറൽ വോളിയൂംസ്, ഇത് പ്രസിദ്ധീകരിച്ചു. ഓവർ 13,000 പേജസ്, 13,000 പേജുള്ള വലിയ ഗ്രന്ഥങ്ങളാണ് വോളിയമായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചത്. പ്രൊജക്ട് ടുക്ക് 47 years ടു കംപ്ലീറ്റ്. 47 വർഷം എടുത്തു ഈ പഠനം അവസാനിക്കാൻ വേണ്ടി. 2 things appear, 2 കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഫസ്റ്റ് വൺ, there were several common elements in Sanskrit version of the story. There were several common elements in Sanskrit version of the story. സംസ്കൃതത്തിലുള്ള കൃതിക്ക് ഒരു പൊതു രൂപം ഉണ്ടായിരുന്നു. There were enormous regional variation. അതോടൊപ്പം തന്നെ പ്രാദേശികമായി വലിയ വ്യത്യാസങ്ങളും, ഒരുപാട് വ്യത്യാസങ്ങൾ, വലിയ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. These variations were documented in footnotes and appendix to main text. ഈ പ്രധാന കൃതിയുടെ താഴെ തന്നെ ഫുട് നോട്ട്സ് ആയിട്ട് ഈ വ്യത്യാസങ്ങളൊക്കെ എഴുതി ചേർത്തു. The variations are reflective of the complex process that shaped social history. സാമൂഹ്യ ചരിത്രം രൂപപ്പെടാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ വഴികളെയാണ് അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത്, ഈ മാറ്റം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. കിൻഷിപ്പ് ആൻഡ് മാരേജ്, മെനി റൂൾസ് ആൻഡ് വേരിയഡ് പ്രാക്ടീസസ്. കിൻഷിപ്പ് ആൻഡ് മാരേജ്, രക്തബന്ധവും വിവാഹവും. ഫാമിലീസ്, എന്താണ് ഫാമിലി എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലീസ് ആർ പാർട്സ് ഓഫ് ലാർജ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഡിഫൈൻഡ് റിലേറ്റീവ്സ്. ബന്ധുജനക്കൂട്ടത്തെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. ഒരു ജനക്കൂട്ടം, ഒരു ബന്ധുജനക്കൂട്ടത്തെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയൽ ടൈപ്സ് ആർ റിഗാർഡഡ് ആസ് നാച്ചുറൽ ആൻഡ് ബേസ്ഡ് ഓൺ ബ്ലഡ്. ഇത് പ്രകൃത്യാപരമുള്ളതാണ്, രക്തബന്ധത്തിൽ അധിഷ്ഠിതവുമാണ്. ഇറ്റ് ഡിഫൈൻഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്, പക്ഷേ പലതരത്തിലാണ് ഇത് പറയാറുള്ളത്. സം സൊസൈറ്റീസ് റിഗാർഡഡ് കസിൻസ് ആസ് ബീയിങ് ബ്ലഡ് റിലേഷൻസ്, അതേഴ്സ് ഡു നോട്ട്. ചില വിഭാഗം കസിനുകളെ, കസിനെ നമ്മൾ ചില വിഭാഗം കരുതുന്നത് ബന്ധുക്കളായിട്ടാണ്. സം സൊസൈറ്റി റിഗാർഡ് കസിൻസ് ആസ് ബീയിങ് ബ്ലഡ് റിലേഷൻ, അവർ രക്തബന്ധത്തിലുള്ളവരായിട്ടാണ് ചില വിഭാഗം കരുതുന്നത്. പക്ഷെ എല്ലാ വിഭാഗവും അങ്ങനെ കരുതുന്നില്ല. ചില വിഭാഗം അവരെ രക്തബന്ധത്തിൽപ്പെട്ടവരായിട്ടും കരുതുന്നില്ല. ഓൾ ഫാമിലീസ് ആർ നോട്ട് ഐഡന്റിക്കൽ. എല്ലാ ഫാമിലിയും ഒരേപോലെ ഉള്ളതല്ല. ദേ വേരി ഓൺ ദി ബേസിസ് ഓഫ്, അത് വ്യത്യാസമാണ്. എല്ലാ ഫാമിലിയും ഒരുപോലെയല്ല. നമുക്ക് നോക്കാം. നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ്, അതിൽ ഉള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരും. ദ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ, ഈ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് കുടുംബം വ്യത്യാസപ്പെട്ടിരിക്കും. കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റി ദേ ഷെയർ, ഒരേ ജോലി ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ തരത്തിൽ പല ജോലി ഒന്നിച്ചേർപ്പെടുന്നവരാണോ, അതിനനുസരിച്ച് അവരുടെ ബന്ധങ്ങളിൽ വ്യത്യാസം വരും. ദ ഐഡിയൽ ഓഫ് പാട്രിലിനി, പിതൃദായക ക്രമം. എന്താ പിതൃദായക ക്രമം എന്ന് പറഞ്ഞാൽ? അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള, പിതാവിന് പ്രാധാന്യമുള്ള, പുരുഷന് പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിൽ പാട്രിലിനി ആയിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നടക്കുന്നത്. We can see some examples of changes in kinship in മഹാഭാരത. രക്തബന്ധത്തിലുള്ള ചില മാറ്റങ്ങൾ നമ്മൾ മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. It describes a feud over land and power between two groups of cousins. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിൽ ഭൂമിക്കും അധികാരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി പറ്റും. They belong to single ruling family. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, കുരു വംശത്തിൽപ്പെട്ടവരാണ്. In this battle, Pandavas emerged. പാണ്ഡവന്മാര് ഈ യുദ്ധത്തിൽ വിജയിച്ചു. Victorious and proclaimed patrilineal. പാണ്ഡവന്മാര് വിജയിച്ച് പിതൃദായക ക്രമം എന്ന സങ്കല്പം അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. Thus, the story of Mahabharata reinforced the idea of patrilineal. പിതൃദായ ക്രമം എന്ന ആശയം ഉറപ്പിക്കുന്നതാണ് ഈ മഹാഭാരതം എന്ന കൃതി. അണ്ടർ പാട്രിലിനി, സൺസ് കുഡ് ക്ലെയിം ദ റിസോഴ്സസ് ഓഫ് ദെയർ ഫാദർ. പിതൃദായ ക്രമത്തിൽ
പിതാവിൻ്റെ സ്വത്തിന് അവകാശം ആൺമക്കൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പിതൃദായ ക്രമത്തിൽ അവരുടെ മക്കൾക്കാണ്, പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം മക്കൾക്കാണ് ഈ പിതൃദായ ക്രമത്തിൽ. 6th century BC onwards most ruling dynasties followed this system. 6ാം നൂറ്റാണ്ട് BC മുതൽ ഈ ക്രമം തന്നെയാണ് എല്ലാ ഭരണവിഭാഗവും എല്ലാ വംശവും പിന്തുടരുന്നത്. അച്ഛൻ രാജാവാണെങ്കിൽ ആ രാജ്യം മക്കൾക്കാണ് ലഭിക്കുക. റൂൾസ് ഓഫ് മാരേജ്, വിവാഹ രീതികൾ. In patrilineage system, sons were important because the continuity of the patrilineage. പിതൃദായ ക്രമത്തിൽ ആൺമക്കൾക്കായിരിക്കും പ്രാധാന്യം, അവരാണ് പിതൃദായ ക്രമം മുന്നോട്ട് നയിക്കുന്നത്. Daughters had no claim to resources of household. പെൺകുട്ടികൾക്ക് സ്വത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല, സ്വത്ത് ആൺമക്കൾക്കുള്ളതാണ്. Marriage them to outside the kin was considered desirable. Marriage them to outside the kin was considered desirable. രക്തബന്ധത്തിലല്ലാത്തവർക്കാണ് അവരെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. ദിസ് സിസ്റ്റം കോൾഡ് എക്സോഗമി. ഈ സമ്പ്രദായത്തെ എക്സോഗമി എന്നാണ് പറയുന്നത്, അന്യഗണ വിഭാഗം. മാരേജ് ഔട്ട്സൈഡ്. കന്യാദാനം ഓർ ഗിഫ്റ്റ് ഓഫ് എ ഡോട്ടർ ഇൻ മാരേജ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ഡ്യൂട്ടി ഓഫ് ദി ഫാദർ. വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മതപരമായിട്ടുള്ള പിതാവിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. വെൻ ദ സോഷ്യൽ ലൈഫ് ബിക്കെയിം മോർ കോംപ്ലക്സ്, സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം കൂടുതൽ കോംപ്ലക്സ് ആയോട് കൂടി ബ്രാഹ്മിൻസ് ബിഗാൻ ടു ലേ ഡൗൺ കോഡ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഫ്രം 500 BC. അപ്പോൾ സാമൂഹ്യ ജീവിതം വളരെ സങ്കീർണമായതോടുകൂടി ചില നിയമങ്ങൾ ആവശ്യമുണ്ട്. ബ്രാഹ്മണന്മാർ ആ നിയമം 500 BC മുതൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ദീസ് ടെക്സ്റ്റ് നോൺ ആസ് ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. ഈ കൃതികളെയാണ് പറയുന്നത്, ഈ നിയമ സംഹിതകളെയാണ് പറയുന്നത് ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് മനുസ്മൃതി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് മനുസ്മൃതി, compiled between 200 BC and 200 CE. Dharma Sutra and Dharma Shastras recognized 8 forms of marriage. 8 തരത്തിലുള്ള വിവാഹ രീതിയെക്കുറിച്ച് ഈ കൃതികളിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് മാരേജ്, ഏതൊക്കെ തരത്തിലുള്ള വിവാഹ രീതികളുണ്ട് എന്ന് നമുക്ക് നോക്കാം. എൻഡോഗമി, മാരേജ് ഇൻസൈഡ് വൺസ് ഓൺ ഗ്രൂപ്പ്, സ്വഗണ വിഭാഗം, എൻഡോഗമി. സെക്കൻഡ്, എക്സോഗമി, അന്യഗണ വിഭാഗം, മാരേജ് ഔട്ട്സൈഡ് വൺസ് ഓൺ ഗ്രൂപ്പ്. പോളിജിനി, പ്രാക്ടീസ് ഓഫ് എ മാൻ ഹാവിങ് സെവറൽ വൈഫ്സ്, ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുള്ള ഇതിനെയാണ് പോളിജിനി എന്ന് പറയുന്നത്. പോളിയാൻഡ്രി, പ്രാക്ടീസ് ഓഫ് എ വിമൺ ഹാവിങ് സെവറൽ ഹസ്ബൻഡ്സ്, ഒരു സ്ത്രീക്ക് തന്നെ ഒന്നിലധികം കൂടുതൽ ഭർത്താക്കളുള്ള ആ സമ്പ്രദായത്തെയാണ് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ നമ്മൾ പരിശോധിക്കണം, ഇങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ടോ എന്ന് നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ദ ഗോത്ര ഓഫ് വിമൺ, സ്ത്രീയുടെ ഗോത്രം. ദ റൂൾസ് അബൌട്ട് ദി ഗോത്ര, ഗോത്രത്തിന് ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആഫ്റ്റർ മാരേജ് വിമൺ വെർ ഗിവ് അപ്പ് ദെയർ ഫാദേഴ്സ് ഗോത്ര ആൻഡ് അഡോപ്റ്റഡ് ഹെർ ഹസ്ബൻഡ്സ് ഗോത്ര. വിവാഹത്തിന് ശേഷം പെൺകുട്ടികൾ പിതാവിൻ്റെ ഗോത്രം ഉപേക്ഷിക്കുകയും ഭർത്താവിൻ്റെ ഗോത്രം സ്വീകരിക്കുകയും ചെയ്യും. മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഗോത്ര കുഡ് നോട്ട് മാരി, ഒരേ ഗോത്രത്തിൽപ്പെട്ടവർ പരസ്പരം വിവാഹം കഴിക്കാൻ വേണ്ടി പാടില്ല. ബ്രാഹ്മണിക്കർ റൂൾസ് ഡിഡ് നോട്ട് അഡോപ്റ്റ് എവരി ഗോത്ര, പക്ഷേ ബ്രാഹ്മണന്മാരുടെ ഈ നിയമം എല്ലാ ഗോത്രങ്ങളൊന്നും അനുസരിച്ചിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ശതവാഹനാസ്, മധ്യ ഇന്ത്യ ഭരിച്ചിരുന്ന ശതവാഹനന്മാർ ഇതൊന്നും ഫോളോ ചെയ്തിരുന്നില്ല. മെനി നെയിംസ് ഓഫ് ദി ശതവാഹന റൂളേഴ്സ് ഡിറൈവ്ഡ് ഫ്രം ദെയർ മദേഴ്സ് ഗോത്ര, മിക്ക ശതവാഹന രാജാക്കന്മാരുടെയും പേരുകൾ ഉണ്ടായത് മാതാവിൻ്റെ ഗോത്രത്തിൽ നിന്നാണ്. സം ഓഫ് ദി വിമൺ മാരീഡ് ടു ശതവാഹന റൂളേഴ്സ് ബിലോങ് ടു സെയിം ഗോത്ര, ചില ശതവാഹനന്മാർ കല്യാണം കഴിച്ചത് അതേ ഗോത്രത്തിൽ നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ നിയമങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാത്തവരാണ് ശതവാഹന ഭരണാധികാരികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
Many names of women who married Satavahana rulers indicates that their names derived from their fathers Gotra such as Godama and Vasistha. ചില സ്ത്രീകൾ വിവാഹത്തിന് ശേഷവും പിതാവിൻ്റെ ഗോത്രത്തിൻ്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഗോതമ ആൻഡ് വസിസ്ഥ. ഇറ്റ് മീൻസ് ദേ ഡിഡ് നോട്ട് അഡോപ്റ്റ് ദെയർ ഹസ്ബൻഡ്സ് ഗോത്ര. അതായത് വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ ഗോത്രമൊന്നും സ്വീകരിക്കാൻ അവർ നിന്നിട്ടില്ല, അവർ പിതാവിൻ്റെ ഗോത്രം തന്നെ പിന്തുടർന്നു. സം ഓഫ് ദം ഗോട്ട് മാരീഡ് ഫ്രം സെയിം ഗോത്ര. ചില ആൾക്കാർ അതേ ഗോത്രത്തിലുള്ളവർ തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് മദർ, മാതാവിൻ്റെ പ്രാധാന്യം. ശതവാഹന റൂളേഴ്സ് ഐഡന്റിഫൈഡ് ത്രൂ മാട്രോനൈമിക്സ് നെയിംസ് ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് ഓഫ് ദി മദർ. പിതാവിൻ്റെ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് ഓഫ് ദി മദർ. പിതാവിൻ്റെ ഗോത്രമല്ല, ഗോത്ര പേരല്ല സ്വീകരിച്ചിട്ടുള്ളത്, മാതാവിൻ്റെ ഗോത്ര പേരാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാട്രോനൈമിക്സ്, മാതാവിൻ്റെ ഗോത്രത്തിൻ്റെ പേരാണ് സ്വീകരിച്ചത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മദേഴ്സ് പൊസിഷൻ വാസ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മാതാവിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, രാജ ഗോതമി പുത്ത ശ്രീ ശതകർണി. ശതകർണി എന്നുള്ള രാജാവ് സ്വീകരിച്ചുള്ള പേര് രാജ ഗോതമി പുത്ത ശ്രീ ശതകർണി. ഗോതമി എന്നുള്ള വംശം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വംശമാണ് സ്വീകരിച്ചിട്ടുള്ളത്. രാജ ഗോതമി പുത്ത ശ്രീ ശതകർണി. രാജ വസിസ്ഥി പുത്ത ശ്രീ പുലുമൈ. പുലുമൈ എന്ന് പറയുന്ന രാജാവ് വസിസ്ഥി എന്ന് പറയുന്ന മാതാവിൻ്റെ ഗോത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സക്സഷൻ ടു ദ ത്രോൺ വാസ് ജനറലി പാറ്റലിയൻ. എന്നാൽ പിതൃദായ ക്രമം തന്നെയാണ് അവർ പിന്തുടർന്നത്. രാജാവിൻ്റെ രാജ്യം രാജാവിൻ്റെ മക്കൾക്ക് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. സോഷ്യൽ ഡിഫറൻസസ് വിത്തിൻ ആൻഡ് ബിയോണ്ട് ദി ഫ്രെയിംവർക്ക് ഓഫ് കാസ്റ്റ്. സാമൂഹ്യ വ്യത്യാസം നമുക്ക് നോക്കാം. സാമൂഹ്യ വ്യത്യാസത്തെക്കുറിച്ച് എന്ത് പറയുന്നത്? കാസ്റ്റ്. കാസ്റ്റ് ഈസ് എ സെറ്റ് ഓഫ് ഹയറാർക്കിക്കലി ഓർഡേർഡ് സോഷ്യൽ കാറ്റഗറീസ്. ജാതി എന്ന് പറയുന്നത് സാമൂഹ്യ വിഭാഗങ്ങളാണ്. വിവിധ തട്ടിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളെയാണ് ജാതി എന്ന് പറയുന്നത്. ദിസ് ഓർഡർ ലേ ഡൗൺ ഇൻ ധർമ്മശാസ്ത്ര ആൻഡ് ധർമ്മസൂത്രാസ്. ധർമ്മശാസ്ത്രങ്ങളിലും ധർമ്മസൂത്രങ്ങളിലുമാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്. വർണ്ണ സിസ്റ്റം. അപ്പം നമ്മൾ ജാതി എന്താണ്, വർണ്ണം എന്താണെന്ന് മനസ്സിലാക്കണം. വർണ്ണ സിസ്റ്റം. ബ്രാഹ്മിൻസ്, ഹയർ റാങ്ക് പ്രീസ്റ്റ്. വർണ്ണ സിസ്റ്റത്തിലെ വർണ്ണസമ്പ്രദായത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം ബ്രാഹ്മിൻസ് ആണ്. ഹയർ റാങ്ക് ആണ്, പ്രീസ്റ്റ് ആണ്, പുരോഹിതന്മാരാണ്. ക്ഷത്രിയാസ്, വാരിയേഴ്സ്, ക്ഷത്രിയന്മാർ, അവർ രാജാക്കന്മാരാണ്, അതോടൊപ്പം തന്നെ പടയാളികളാണ്. വൈശ്യാസ്, വൈശ്യന്മാർ. ഫാമേഴ്സ്, മെർച്ചൻസ്, അവർ കർഷകരാണ്, അതുപോലെ തന്നെ മെർച്ചൻസ് ആണ്, കച്ചവടക്കാരാണ്. ക്രാഫ്റ്റ് പീപ്പിൾ ആണ്, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരാണ്. ശൂദ്രാസ്, സെർവൻസ്, ലേബേഴ്സ്, അൺടച്ചബിൾസ്. ശൂദ്രന്മാർ അവർ സെർവൻസ് ആണ്, മറ്റുള്ളവരെ സേവിക്കുന്നവരാണ്. മറ്റു 3 ഗ്രൂപ്പുകളെ സേവിക്കാനുള്ള വിഭാഗമാണ് ശൂദ്രന്മാർ. ലേബേഴ്സ് ആണ്, തൊഴിലാളികളാണ്, അതുപോലെ തന്നെ തൊട്ടുകൂടാത്തവരുമാണ് ശൂദ്രന്മാരിൽ. ദ റൈറ്റ് ഓക്യുപ്പേഷൻ, ശരിയായ ശരിയായ തൊഴിൽ. ധർമ്മസൂത്രാസ് കണ്ടെയ്ൻ റൂൾസ് ഓഫ് ഐഡിയൽ ഓക്യുപ്പേഷൻ ഓഫ് 4 വർണ്ണാസ്. ഈ ധർമ്മസൂത്രത്തിൽ 4 വർണ്ണത്തിൻ്റെയും തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മിൻസ്, ബ്രാഹ്മണന്മാരുടെ തൊഴിൽ എന്താണെന്ന് നോക്കാം. സ്റ്റഡി ആൻഡ് ടീച്ച് ദ വേദാസ്. വേദം പഠിക്കുക, പഠിപ്പിക്കുക. പെർഫോം സാക്രിഫൈസസ്, യാഗങ്ങൾ നടത്തുക. ഗോട്ട് സാക്രിഫൈസസ്, യാഗം സംഘടിപ്പിക്കുക, യാഗം നടത്തുക. ഗീവ് ആൻഡ് റിസീവ്ഡ് ഗിഫ്റ്റ്, ദാനം സ്വീകരിക്കുക, ദാനം കൊടുക്കുക. ക്ഷത്രിയാസ്, രണ്ടാമത്തെ വിഭാഗം ക്ഷത്രിയന്മാരുടെ തൊഴിൽ എന്താണെന്ന് നോക്കാം. എൻഗേജ് ഇൻ വാർഫെയർ, യുദ്ധം ചെയ്യുക. പ്രൊട്ടക്ട് ദ പീപ്പിൾ, ജനങ്ങളെ സംരക്ഷിക്കുക. അഡ്മിനിസ്ട്രേറ്റ് ജസ്റ്റിസ്, നീതി നടപ്പിലാക്കുക. സ്റ്റഡി ദ വേദാസ്, വേദം പഠിക്കണം. ഗോട്ട് സാക്രിഫൈസസ്, യാഗങ്ങൾ സംഘടിപ്പിക്കണം. മേക്ക് ഗിഫ്റ്റ്, ദാനം കൊടുക്കണം. മൂന്നാമത്തെ വിഭാഗം സ്റ്റഡി ദ വേദാസ്. മൂന്നാമത്തെ വിഭാഗം വൈശ്യാസ്. സ്റ്റഡി ദ വേദാസ്, വേദം പഠിക്കുക. സാക്രിഫൈസ് പെർഫോംഡ്, യാഗങ്ങൾ സംഘടിപ്പിക്കുക. മേക്ക് ഗിഫ്റ്റ്, ദാനം കൊടുക്കുക. എൻഗേജ് ഇൻ അഗ്രികൾച്ചർ, കൃഷി നടത്തുക. പാസ്റ്റലിസം ആൻഡ് ട്രേഡ്, കന്നുകാലികളെ വളർത്തുക, അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ഏർപ്പെടുക. നാലാമത്തെ വിഭാഗം ലോവസ്റ്റ് സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റി, ദേ വർ ശൂദ്രാസ് അസൈൻഡ് ഓൺലി വൺ ഓക്യുപ്പേഷൻ, അവർക്ക് ഒറ്റ തൊഴിലേ ഉണ്ടായിരുന്നു. ശൂദ്രന്മാർക്ക് ഒറ്റ തൊഴിലേ ഉണ്ടായിരുന്നു. സെർവിങ് ദ 3 ഹയർ വർണ്ണാസ്,
ഉയർന്ന 3 വർണ്ണത്തെയും സേവിക്കുക എന്നുള്ളതായിരുന്നു. ബ്രാഹ്മിൺസ് മേഡ് സം സ്ട്രാറ്റജീസ് ഫോർ എൻഫോഴ്സിങ് ദീസ് നോംസ്. ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ചില തന്ത്രങ്ങൾ ബ്രാഹ്മണന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രയോഗിച്ചിട്ടുണ്ട്. ദേ അസേർട്ട് ദാറ്റ് വർണ്ണ ഓർഡർ വാസ് ഓഫ് ഡിവൈൻ ഒറിജിൻ. വർണ്ണ സമ്പ്രദായം എന്ന് പറയുന്നത് ഡിവൈൻ ഒറിജിനാണ്, ദൈവദത്തമാണ്. They advised the king to ensure that the norms were followed within their kingdom. രാജാക്കന്മാർ അവരുടെ രാജ്യത്ത് ഈ നിയമം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. They perceived that the people that their status was determined by birth. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജനങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അവരുടെ ജനനമാണ് എന്ന് പറയും. These norms are reinforced by stories. കഥകളിൽ കൂടി ഈ നിയമം റീഇൻഫോഴ്സ് ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. നോൺ ക്ഷത്രിയ കിങ്സ്, ക്ഷത്രിയന്മാരല്ലാത്ത രാജാക്കന്മാർ. അക്കോർഡിംഗ് ടു ദ ശാസ്ത്രാസ് ഓൺലി ക്ഷത്രിയാസ് കുഡ് ബി കിങ്സ്. ശാസ്ത്രത്തിൽ പറയുന്നത് ക്ഷത്രിയന്മാർക്ക് മാത്രമേ രാജാവാകാൻ സാധിക്കൂ എന്നാണ്. However, several ruling dynasties had different origins. എന്നാൽ എല്ലാ രാജവംശങ്ങളും ക്ഷത്രിയന്മാരല്ല. ഫോർ എക്സാമ്പിൾ, മൗര്യ ഡൈനാസ്റ്റി. ഇന്ത്യ മൊത്തം ഭരിച്ച മൗര്യന്മാര് ക്ഷത്രിയന്മാരായിരുന്നില്ല. ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് സജസ്റ്റഡ് ദം ആസ് ബീയിങ് ഓഫ് ലോ ഒറിജിൻ. ബ്രാഹ്മണ ഗ്രന്ഥത്തിൽ പറയുന്നത് മൗര്യൻ ഡൈനാസ്റ്റി, അവരുടെ ഉത്ഭവം ലോ ഒറിജിൻ, ശൂദ്രന്മാരെന്ന് ഒക്കെയാണ് പറയുന്നത്. സുംഗാസ് ആൻഡ് കണ്വാസ് വേർ ബ്രാഹ്മിൺസ്. മൗര്യന്മാർക്ക് ശേഷം ഭരിച്ച സുംഗന്മാരും കണ്വന്മാരും ബ്രാഹ്മണന്മാരായിരുന്നു, അവർ ക്ഷത്രിയന്മാരായിരുന്നില്ല. ശാകാസ് ഹു കെയിം ഫ്രം സെൻട്രൽ ഏഷ്യ വേർ റിഗാർഡഡ് ആസ് മ്ലേച്ഛാസ്. ശാക രാജവംശം, ശാകന്മാര് ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നവരാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നവര് ഈ 4 വർണ്ണത്തിൽ, ചാതുർവർണ്ണത്തിൽ വരില്ല. അവർ ക്ഷത്രിയന്മാരുമല്ല, ബ്രാഹ്മണന്മാരുമല്ല, വൈശ്യന്മാരുമല്ല, ശൂദ്രന്മാരുമല്ല. അങ്ങനെ പുറത്തു നിന്ന് വന്നവരെ മ്ലേച്ഛന്മാര് എന്നാണ് പറയാം. ശാകന്മാരും മ്ലേച്ഛന്മാരായിരുന്നു. ശതവാഹന റൂളേഴ്സ് ക്ലെയിംഡ് ടു ബി യുണീക്ക് ബ്രാഹ്മിൺസ്. ശതവാഹനന്മാർ പറയുന്നത് അവർ ഏക ബ്രാഹ്മണന്മാരാണെന്നാണ്. ശതവാഹനന്മാർ ക്ഷത്രിയന്മാരല്ല, അവർ ഏക ബ്രാഹ്മണന്മാരെന്നാണ് സ്വയം പറയുന്നത്. ഓൾ ദീസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പൊളിറ്റിക്കൽ പവർ ഓപ്പൺ ടു എനിവൺ. ഇതെല്ലാം കാണിക്കുന്നത് രാഷ്ട്രീയ അധികാരം എല്ലാവരുടെ മുമ്പിൽ തുറന്നു വെച്ചിരുന്നു. ഹു കുഡ് സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്. ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നതും സാമ്പത്തിക ശേഷിയുള്ളവർക്കും രാജഭരണം ആകാം എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ജാതി ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. ജാതിയും സാമൂഹ്യ ചലനാത്മകതയും. ദ സോഷ്യൽ കാറ്റഗറീസ് ആർ റെഫേർഡ് ടു ആസ് ജാതീസ്. സാമൂഹ്യ വിഭാഗങ്ങളെയാണ് ജാതി എന്ന് പറയുന്നത്. ലൈക്ക് വർണ്ണ, ജാതി വാസ് ഓൾസോ ബേസ്ഡ് ഓൺ ബർത്ത്. ഈ ജാതിയും വർണ്ണവും ഒക്കെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. വർണ്ണ വാസ് ഫിക്സ്ഡ് അറ്റ് 4. വർണ്ണം 4 എണ്ണം മാത്രമേ ഉള്ളൂ. There was no restriction on the numbers of jati. എന്നാൽ ജാതി ധാരാളം ഉണ്ടായിരുന്നു. In fact, whenever Brahminical authorities encountered new groups that did not fit into 4-fold of Varna system, they classified them as jatis. ബ്രാഹ്മണന്മാര് ഈ 4 വർണ്ണത്തിലും ഉൾപ്പെടാത്ത ഒരു വിഭാഗത്തെ കണ്ടെത്തുമ്പോൾ അവരെ ഒരു ജാതിയായിട്ടാണ് പരിഗണിക്കാറ്. ഫോർ ഇൻസ്റ്റൻസ്, പീപ്പിൾ ലിവിങ് ഇൻ ഫോറസ്റ്റ് such as nishadas were classified as jadis. ഈ കാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക്, അവര് കാട്ടുജാതിക്കാരായിട്ടുള്ളവർക്ക് അവര് ഒരു വർണ്ണത്തിലും പെടാത്തവരെയാണ്. അങ്ങനെ ഒരു വർണ്ണത്തിലും പെടാത്ത നിഷാദന്മാരെ ഒരു ജാതിയായിട്ടാണ് ബ്രാഹ്മണന്മാർ പരിഗണിച്ചിരുന്നത്. ജാതീസ് വിച്ച് ഷെയർഡ് കോമൺ ഓക്യുപ്പേഷൻസ്. ചിലപ്പോൾ ഒരു ജാതിക്ക് ഒരേ തൊഴിലായിരിക്കും ഒരു ജാതി ചെയ്യുന്നത്. ഓർ പ്രൊഫഷൻ വേർ സംടൈംസ് ഓർഗനൈസ്ഡ് ഇൻ ടു ശ്രേണീസ്. അങ്ങനെയുള്ളവർ ഒരു ശ്രേണി ഓർ ഗിൽഡ്, വ്യാപാരത്തിനും കച്ചവടത്തിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ കരകൗശല ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ശ്രേണികൾ ഓർ ഗിൽഡുകൾ ഒക്കെ രൂപീകരിച്ചിരുന്നു. ബിയോണ്ട് ദി 4 വർണ്ണാസ്. ഈ 4 വർണ്ണത്തിനും അപ്പുറത്ത് there were populations whose practices were not influenced Brahminical ideas, such as nishadas, nomadic pastoralists were called uncivilized or animal like. എന്നാൽ ഈ വർണ്ണ വ്യവസ്ഥയിൽ നിന്ന് ഉൾപ്പെടാത്ത കുറേ വിഭാഗം ഉണ്ടായിരുന്നു. നിഷാദന്മാര്, അതുപോലെ തന്നെ നൊമാഡിക് പാസ്റ്റലിസ്റ്റ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, കന്നുകാലികളൊക്കെ മേയിച്ച് നടക്കുന്നവർ.
അവരൊക്കെ അൺസിവിലൈസ്ഡ്, സംസ്കാരമില്ലാത്തവര്, ഓർ അനിമൽ ലൈക്ക്, മൃഗ തുല്യരായിട്ടാണ് കരുതുന്നത്. ഔട്ട്സൈഡേഴ്സ്, ബ്രാഹ്മിൻസ് ഹു സ്പോക്ക് ഔട്ട്സൈഡേഴ്സ്, ബാർബേറിയൻസ് ഹു സ്പോക്ക് നോൺ സാൻസ്ക്രിറ്റ് ലാംഗ്വേജസ് വെയർ ലേബൽഡ് ആസ് മ്ലേച്ഛാസ്. പുറമേ നിന്ന് വന്നവരെയും അതുപോലെ തന്നെ ബ്രാഹ്മണന്മാർ ഉപയോഗിക്കുന്ന സംസ്കൃത ഭാഷയൊന്നും ഉപയോഗിക്കാത്ത പുറമേ നിന്ന് വന്നവരെ മ്ലേച്ഛന്മാർ എന്നാണ് വിളിക്കാറ്. ലേബൽഡ് ആസ് മ്ലേച്ഛാസ്. അൺടച്ചബിൾസ് ആൻഡ് ദെയർ ഡ്യൂട്ടീസ്. തൊട്ടുകൂടാത്തവരും അവരുടെ തൊഴിൽ. ബ്രാഹ്മിൻസ് കൺസിഡേർഡ് സം സോഷ്യൽ കാറ്റഗറീസ് ആസ് അൺടച്ചബിൾസ്. ചില സാമൂഹ്യ വിഭാഗങ്ങളെ ബ്രാഹ്മണന്മാര് തൊട്ടുകൂടാത്തവരായി പരിഗണിച്ചിരുന്നു. ബ്രാഹ്മിൻസ് കണക്റ്റഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് റിച്വൽസ് വിച്ച് ദേ കൺസിഡർഡ് ആസ് പ്യുവർ. ബ്രാഹ്മണന്മാര് ഒരുപാട് യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അവര് പ്യുവർ ആയിട്ടാണ് കരുതുന്നത്. സോ ദേ അവോയ്ഡ് ടേക്കിംഗ് ഫുഡ് ഫ്രം അൺടച്ചബിൾസ്. അതുകൊണ്ട് തൊട്ടുകൂടാത്തവരിൽ നിന്ന് അവർ ഭക്ഷണം സ്വീകരിച്ചിരുന്നില്ല. സം ആക്ടിവിറ്റീസ് വെയർ റിഗാർഡഡ് ആസ് പൊല്യൂട്ടിങ്. ചില പ്രവൃത്തിയെ അവർ പൊല്യൂട്ടിങ് ആയിട്ടാണ് കരുതുന്നത്. അത് ചില പ്രവൃത്തിയെ അവർ കരുതിയിരുന്നത് എന്താ പറയുക, മോശം പ്രവൃത്തിയായിട്ടാണ് അവർ കരുതിയിരുന്നത്. അപ്പം ബ്രാഹ്മണന്മാർ സ്വയം കരുതുന്നത്, അവർ ഉന്നത വിഭാഗമായിട്ടാണ് അവർ സ്വയം കരുതുന്നത്. മറ്റ് ചില വിഭാഗങ്ങളെ അവർ കരുതുന്നത് തൊട്ടുകൂടാത്തവരായിട്ടാണ് അവർ ആ വിഭാഗത്തെ കരുതുന്നത്. അപ്പം ഇത്തരം വിഭാഗത്തിൽ നിന്ന് അവർ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അവർ സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ചില പ്രവൃത്തിയെ അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവർ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയെ, അത്തരം ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയെ അശുദ്ധി വരുത്തും എന്നാണ് കരുതുന്നത്. അപ്പോൾ ബ്രാഹ്മണന്മാർ ശുദ്ധതയുള്ളവരാണ്, മറ്റ് ചില വിഭാഗങ്ങൾ അശുദ്ധിയുള്ളവരാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ അവരെ തൊടുന്നത് പോലും അശുദ്ധിയായിട്ടാണ് കരുതുന്നത്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഒരു ചിന്തയാണ് ഈ അശുദ്ധി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. സോ ദേ അവോയ്ഡ് ടേക്കിംഗ് ഫുഡ് ഫ്രം അൺടച്ചബിൾസ്. അവർ ഈ തൊട്ടുകൂടാത്തവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചില്ല. സം ആക്ടിവിറ്റീസ് വെയർ റിഗാർഡഡ് ആസ് പൊല്യൂട്ടിങ്. ചില പ്രവൃത്തിയൊക്കെ നമ്മളെ അശുദ്ധമാക്കും എന്നാണ് അദ്ദേഹം കരുതി. തൊടുന്ന പോലും അശുദ്ധിയാണ്. ദീസ് ഇൻക്ലൂഡിങ് ക്രോപ്സ് ആൻഡ് ഡെഡ് ആനിമൽസ്. മരിച്ചവരെ അടക്കം ചെയ്യുന്നതും അതുപോലെ തന്നെ ചത്തുപോയ മൃഗങ്ങളൊക്കെ അടക്കം ചെയ്യുന്നത് ഇത്തരം അശുദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് അവർ കരുതി. ദോസ് ഹു പെർഫോംഡ് സച്ച് ടാസ്ക് വെയർ നോൺ ആസ് ചണ്ടാളസ്. ഇതൊക്കെ ചെയ്യുന്നവരെ വിളിക്കുന്നത് ചണ്ടാളന്മാർ എന്നാണ്. ചണ്ടാളന്മാർ എന്ന് പറയുന്ന വിഭാഗം. ദേ പ്ലേസ്ഡ് അറ്റ് ദി വെരി ബോട്ടം ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമാണ് ചണ്ടാളന്മാർ. ചാതുർ വർണ്ണത്തില് ഏറ്റവും ജാതി വ്യവസ്ഥയിലും ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴ്ന്ന വിഭാഗമാണ് ചണ്ടാളന്മാർ എന്ന് നമ്മൾ ഓർക്കണം. ദേ പ്ലേസ്ഡ് അറ്റ് ദി വെരി ബോട്ടം ഓഫ് ദ സൊസൈറ്റി. ടച്ചിങ് ആൻഡ് സീയിങ് ദം. അവര് സ്പർശിക്കുന്നതും അവരെ കാണുന്നത് പോലും ആസ് റിഗാർഡഡ് ആസ് പൊല്യൂട്ടിങ് ബൈ ദ ബ്രാഹ്മിൻസ്. അശുദ്ധമായിട്ടാണ് ബ്രാഹ്മണന്മാർ കരുതിയിരുന്നത്. ദ മനുസ്മൃതി ലേ ഡൗൺ ദ ഡ്യൂട്ടീസ് ഓഫ് ദി ചണ്ടാളസ്. ചണ്ടാളന്മാരുടെ തൊഴിലിനെ കുറിച്ച് മനുസ്മൃതിയിൽ പറയുന്നത്. ദേ ഹാഡ് ടു ലീവ് ഔട്ട്സൈഡ് ദ വില്ലേജ്. ഗ്രാമത്തിന് പുറത്ത് വേണമായിരുന്നു അവർ താമസിക്കാൻ. യൂസ് ഡിസ്കാർഡഡ് യൂട്ടൻസിൽസ്. അവരുപയോഗിക്കേണ്ട പാത്രങ്ങൾ മറ്റുള്ളവർ ഉപേക്ഷിച്ച പൊട്ടിയതും പൊളിഞ്ഞതുമായ പാത്രങ്ങളാണ് അവർ ഉപയോഗിക്കേണ്ടത്. വെയർ ക്ലോത്ത്സ് ഓഫ് ദി ഡെഡ് ആൻഡ് ഓർണമെന്റ്സ് ഓഫ് അയൺ. മരിച്ചവരുടെ വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ആൻഡ് ഓർണമെന്റ്സ് ഓഫ് അയൺ. ഇരുമ്പ് കൊണ്ടുള്ള ഓർണമെന്റ്സ് ആണ്, ആഭരണങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ദേ കുഡ് നോട്ട് വാക്ക് ആൻഡ് ഔട്ട് ഇൻ വില്ലേജസ് ആൻഡ് സിറ്റീസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ അവർക്ക് ഗ്രാമത്തിൽ കൂടിയോ നഗരത്തിൽ കൂടിയോ സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് ടു ഡിസ്പോസ് ഓഫ് ദ ബോഡീസ് ഓഫ് ദോസ് ഹു ഹാഡ് നോ റിലേറ്റീവ്സ്. ബന്ധുക്കളൊന്നും ഇല്ലാത്തവർ മരിച്ചു പോയാൽ അവരുടെ മൃതദേഹം അടക്കം ചെയ്യേണ്ടത് ചണ്ടാളന്മാരുടെ ഡ്യൂട്ടിയായിരുന്നു. സെർവ് ആസ് എക്സിക്യൂഷനേഴ്സ്. അവരായിരുന്നു ആരാച്ചാരന്മാരുടെ ജോലി അവർ ചെയ്യണമായിരുന്നു. ഒബ്സർവേഷൻ മെയ്ഡ് ബൈ ഫാഹിയാൻ ആൻഡ് ഹുയാൻസൺ. Fahian came to India in 5th century, wrote that the untouchable sounded clappers when they entered street. നഗരത്തിൽ അല്ലെങ്കിൽ വഴികളിൽ
അല്ലെങ്കിൽ വീതികളിൽ അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ, ചണ്ടാളന്മാർ പ്രത്യക്ഷപ്പെടുമ്പോൾ മണി കിലുക്കണമായിരുന്നു, അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കണമായിരുന്നു. എൻറ്റേർഡ് സ്ട്രീറ്റ് സോ ദാറ്റ് ദി പീപ്പിൾ കുഡ് അവോയ്ഡ് ദ സൈറ്റ്. അവരെ കാണാതെ ജനങ്ങൾക്ക് മാറിപ്പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. ഹുയാൻ സാങ്, who came in 7th century, observed that executioners and scavengers were forced to live outside the city. ഈ ചണ്ടാളന്മാരെ, എക്സിക്യൂഷനേഴ്സും സ്കാവഞ്ചേഴ്സും ഒക്കെ ജീവിച്ചിരുന്നത് നഗരത്തിന്റെ പുറത്തായിരുന്നു എന്ന് ഹുയാൻ സാങ് പറയുന്നുണ്ട്. ടോപ്പിക് 4. Topic 4. Beyond birth, resources and status. സമ്പത്തും പദവിയും ജനനത്തിനപ്പുറം. The social position of different sections shaped by their access to economic resources. ഓരോ വിഭാഗം ജനങ്ങളുടെയും സമൂഹത്തിലെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ വിഭവശേഷിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ വിഭവശേഷിയുള്ള വിഭാഗത്തെ സമൂഹത്തിലെ ഉന്നത വിഭാഗമായിട്ട് കരുതും. ദ ക്രൈറ്റീരിയ ഇൻ വിച്ച് പ്രോപ്പർട്ടി ഈസ് ഗ്രാൻറ്റഡ്. എങ്ങനെയായിരുന്നു സമ്പത്ത് ആർജിച്ചിരുന്നത്, അതിനെന്തായിരുന്നു ക്രൈറ്റീരിയ എന്ന് പറയുന്നുണ്ട്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. എന്താണെന്ന് പരിശോധിക്കും. ഫസ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ. ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് സ്ത്രീയോ പുരുഷനോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമ്പത്ത് ആർജിക്കാനുള്ള ഒരു മാർഗം. സെക്കൻഡ്, ഓൺ ദി ബേസിസ് ഓഫ് വർണ്ണ. ഓൺ ദി ബേസിസ് ഓഫ് വർണ്ണ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമ്പത്ത് ലഭിച്ചിരുന്നത്. ജെൻഡർ ആക്സസ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശവും ലിംഗഭേദവും. ദ ആക്സസ് ടു റിസോഴ്സസ് ഷാർപ്പൻഡ് ദി സോഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ഥാനങ്ങൾ നിർണയിച്ചത് സമ്പത്ത് തന്നെയായിരുന്നു. പുരുഷന്മാരായിരുന്നു സമ്പത്തെല്ലാം കീഴടക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉന്നത സ്ഥാനം പുരുഷന്മാർ കൈയടക്കി. സ്ത്രീയും പുരുഷനും സമൂഹത്തിലുള്ള ആ അന്തരം വർദ്ധിച്ചു. അക്കോർഡിംഗ് ടു മനുസ്മൃതി, മനുസ്മൃതിയിൽ പറയുന്നത് the women were not eligible to claim share in the parental property. മാതാപിതാക്കളുടെ സമ്പത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. The parental property was divided amongst sons after the death of parents. Parents മരിച്ചാൽ, മാതാപിതാക്കൾ മരിച്ചാൽ ആ സ്വത്ത് വീതം വെച്ച് നൽകുന്നത് ആൺമക്കൾക്കായിരുന്നു. However, the women could receive a gift on the occasion of their marriage as ശ്രീധനം. പക്ഷെ സ്ത്രീകൾക്ക് അവരുടെ വിവാഹ സമയത്ത് ചില സമ്മാനങ്ങൾ നൽകുമായിരുന്നു. അതിനെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പർ ക്ലാസ് വിമൻ മേ ഹാവ് ഹാഡ് ആക്സസ് റിസോഴ്സസ്. എന്നാൽ സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ചില സ്വത്തുക്കൾ ലഭിച്ചിരുന്നു. ലാൻഡ്, കാറ്റൽ ആൻഡ് മണി. ഭൂമിയായിട്ടും മൃഗസമ്പത്തായിട്ടും പണമായിട്ടൊക്കെ ലഭിച്ചിരുന്നു. ബട്ട് ദീസ് വേർ ജനറലി കൺട്രോൾഡ് ബൈ മെൻ. പക്ഷേ ഈ സമ്പത്തും നിയന്ത്രിച്ചിരുന്നത് പുരുഷന്മാർ തന്നെയായിരുന്നു. വർണ്ണ ആക്സസ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശവും വർണ്ണവും. അക്കോർഡിംഗ് ടു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ്, ദ ഓൺലി ഓക്യുപ്പേഷൻ ഫോർ ശൂദ്രാസ് വാസ് സെർവിറ്റ്യൂഡ്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് ശൂദ്രന്മാർക്കുള്ള ഒരേ ഒരു തൊഴിൽ മറ്റ് 3 വർണ്ണങ്ങളെയും സേവിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ശൂദ്രന്മാർക്ക് സ്വത്തവകാശം അല്ലെങ്കിൽ സ്വത്ത് ലഭിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. While varieties of occupations were prescribed for the first 3 varnas. അതേ അവസരത്തിൽ തന്നെ ആദ്യത്തെ 3 വർണ്ണങ്ങൾക്കും വ്യത്യസ്ത തൊഴിലിനെ കുറിച്ചും പറയുന്നുണ്ട്. The wealthiest people were Brahmins and Kshatriyas. സമൂഹത്തിൽ ഏറ്റവും സമ്പന്ന വിഭാഗമായിരുന്നു ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും. ബുദ്ധിസം recognized the division of society in prevalent in society. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ബുദ്ധമതം അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് ഡിഡ് നോട്ട് റിഗാർഡഡ് ദീസ് ആസ് നാച്ചുറൽ ഓർ ഇൻഫ്ലെക്സിബിൾ.
ഇത് പ്രകൃത്യാപരമാണ് എന്ന് ബുദ്ധമതം സമ്മതിച്ചിട്ടില്ല. ഇത് പ്രകൃത്യാപരമല്ല, മാറ്റാൻ പറ്റാത്തതുമല്ല എന്ന് ബുദ്ധമതം അംഗീകരിച്ചു. ഇത് പ്രകൃത്യാപരമായി ഉണ്ടായതുമല്ല, അതുപോലെ തന്നെ മാറ്റാൻ പറ്റാത്തതുമല്ല എന്ന് ബുദ്ധമതം മനസ്സിലാക്കിയത്. അവരങ്ങനെയായിരുന്നു കരുതിയത്. They also rejected the idea of claim for higher status on the basis of birth. ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടാം, അല്ലെങ്കിൽ ജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്ന ആശയം ബുദ്ധമതം തള്ളിക്കളഞ്ഞു. ആൻ ഓൾട്ടർനേറ്റീവ് സോഷ്യൽ സിനാരിയോ, ഷെയറിംഗ് വെൽത്ത്, ഒരു ബദൽ സാമൂഹ്യ ചിത്രം, സമ്പത്ത് പങ്കുവെക്കൽ. The Sangam literature describes economic and social relationships. സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് സംഘകാല കൃതികളിൽ പറയുന്നുണ്ട്. The rich people expected to distribute the resources among the other section of the society. സമ്പന്ന വിഭാഗത്തിലുള്ളവർ, ഗോത്ര തലവന്മാർ, പ്രഭുക്കന്മാർ, ഇവരൊക്കെ അവരുടെ സമ്പത്ത് സാധാരണക്കാർക്ക് നൽകുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു എന്നാണ് സംഘകൃതികളിൽ പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമ്പത്തിന്റെ ഒരു പുനർവിതരണം അവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രധാനമായിട്ടും കാരണം ഈ ബ്രാഹ്മണിക്കൽ ഐഡിയ, ബ്രാഹ്മണന്മാരുടെ ആശയങ്ങൾ ദക്ഷിണേന്ത്യയിൽ എത്തിയത് വളരെ വൈകിയാണ്. എക്സ്പ്ലെയിനിങ് സോഷ്യൽ ഡിഫറൻസസ്, എ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹ്യ വ്യത്യാസങ്ങളെ വിവരിക്കുന്നു, ഒരു സാമൂഹ്യ കരാർ. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് സുത്തപീഠക സജസ്റ്റ്, ബുദ്ധമത ഗ്രന്ഥമായ സുത്തപീഠകത്തിൽ പറയുന്നുണ്ട്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിങ്ഷിപ്പ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ ചോയ്സ്. രാജവാഴ്ച എന്നുള്ളത് മനുഷ്യൻ തീരുമാനിച്ചതാണ്, ജനങ്ങൾ തീരുമാനിച്ചതാണ്. ബേസ്ഡ് ഓൺ ഹ്യൂമൻ ചോയ്സ്, വിത്ത് ടാക്സസ് ആസ് ഫോം ഓഫ് പേയ്മെന്റ് ഫോർ സർവീസ് റെൻഡേഡ് ബൈ ദ കിങ്. രാജാവ് ജനങ്ങൾക്ക് നൽകുന്ന സർവീസിന് പകരമായി രാജാവിന് ജനങ്ങൾ ടാക്സ് നൽകും. It also reveals that human agency creating and institutionalizing economic and social relations. സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെ സ്ഥാപനവൽക്കരിച്ചത്, അതുണ്ടാക്കിയതും മനുഷ്യനാണ്. Hence, human beings are responsible for creation of the system. They could also change it in future. മനുഷ്യന് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഭാവിയിൽ മനുഷ്യനത് മാറ്റാനും അധികാരമുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചത് മനുഷ്യന് മാറ്റാൻ അധികാരമുണ്ട് എന്നാണ് ബുദ്ധമതം പറയുന്നത്. The king was elected by the all people. ജനങ്ങളാണ് രാജാവിനെ തിരഞ്ഞെടുത്തത്. So people have the right to replace the king. അതുകൊണ്ട് തന്നെ രാജാവിനെ മാറ്റാനുള്ള അധികാരവും ജനങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ബുദ്ധമതം കരുതുന്നത്. ബുദ്ധമതത്തിന്റെ അഭിപ്രായത്തിൽ ജനങ്ങളുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ, ജനങ്ങളുണ്ടാക്കിയ ഒരു സ്ഥാപനത്തെ മാറ്റാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ദ കിങ് വാസ് ഇലക്ടഡ് ബൈ ദ ഓൾ പീപ്പിൾ. രാജാവിനെ തിരഞ്ഞെടുത്തത് എല്ലാ ജനങ്ങളും കൂടിയാണ്. സോ പീപ്പിൾ ഹാവ് റൈറ്റ് ടു റീപ്ലേസ് ദ കിങ്. അതുകൊണ്ട് രാജാവിനെ മാറ്റാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ്, ഹിസ്റ്റോറിയൻസ് ആൻഡ് ദി മഹാഭാരതം, ചരിത്രകാരന്മാരും മഹാഭാരതം. The following elements are considering when analyzing മഹാഭാരത. മഹാഭാരത കൃതി കൈകാര്യം ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ലാംഗ്വേജ് ഓഫ് ദ ടെക്സ്റ്റ്, കൃതിയിലെ ഭാഷ. വെദർ ഇറ്റ് വാസ് ഓർഡിനറി പീപ്പിൾസ് ലാംഗ്വേജ്, ഇത് സാധാരണക്കാരുടെ ഭാഷയാണോ? മഹാഭാരതത്തിൽ ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരുടെ ഭാഷയാണോ? ഓർ ദി ലാംഗ്വേജ് ഓഫ് ദ ബ്രാഹ്മിൻസ് ആൻഡ് എലൈറ്റ്സ്, ബ്രാഹ്മണന്മാരുടെയോ അതോ ഉയർന്ന വിഭാഗത്തിന്റെ ഭാഷയാണോ എന്നും കൂടി പരിശോധിക്കണം. കൈൻഡ് ഓഫ് ടെക്സ്റ്റ്, ഏത് തരത്തിലുള്ള കൃതിയാണ്? വെദർ ഇറ്റ് വാസ് മന്ത്ര ഓർ സ്റ്റോറി, ഇത് മന്ത്രരൂപത്തിലുള്ള കൃതിയാണോ അതോ കഥാരൂപത്തിലുള്ള
കൃതിയാണോ എന്ന് പരിശോധിക്കണം. ഓതേഴ്സ് പെർസ്പെക്റ്റീവ്, എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് പരിശോധിക്കണം. ഓതേഴ്സ് പെർസ്പെക്റ്റീവ് ഇൻ റൈറ്റിംഗ് ദ ടെക്സ്റ്റ്. ദ ഓഡിയൻസ് ടു ഹും ഇറ്റ് വാസ് റിട്ടൺ, ഏത് തരത്തിലുള്ള വായനക്കാർക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ദ ഡേറ്റ് ഓഫ് ദ കോമ്പോസിഷൻ, ഏത് കാലത്താണ് ഈ കൃതി രചിച്ചത്. ഓർ കംപ്ലീഷൻ ഓഫ് ദ ടെക്സ്റ്റ്, എന്നാണ് ഇത് പൂർത്തീകരിച്ചത്. ദ പ്ലേസ് ഓഫ് കോമ്പോസിഷൻ, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് രചിച്ചത്. ഇത്ര കാര്യങ്ങൾ ചരിത്രകാരന്മാരെ പരിശോധിക്കണം. ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ്, ഭാഷയും ഉള്ളടക്കവും. മഹാഭാരതത്തിലെ ഭാഷയും ഉള്ളടക്കവും എന്താണെന്ന് പരിശോധിക്കാം. ദ സാൻസ്ക്രിറ്റ് യൂസ്ഡ് ഇൻ ദ മഹാഭാരത് ഈസ് സിംപ്ലർ ദാൻ ദാറ്റ് ഓഫ് ദ വേദാസ് ഓർ ദി പ്രശസ്തി. വേദങ്ങളിലും പ്രശസ്തിയിലും ഉപയോഗിച്ച സംസ്കൃത ഭാഷയേക്കാൾ വളരെ ലളിതമായിരുന്നു മഹാഭാരതത്തിൽ ഉപയോഗിച്ച സംസ്കൃത ഭാഷ. സോ ഇറ്റ് വാസ് പ്രോബബ്ലി ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. The original story was composed by chariot bards. എന്നാൽ യഥാർത്ഥ കഥ, മഹാഭാരതത്തിലെ യഥാർത്ഥ സ്റ്റോറി ഉണ്ടാക്കിയത് സൂതന്മാരായിരുന്നു, തേരാളികളായിരുന്നു. ചാരിയോട്ട് ബാർഡ്സ്, known as Sudas. They composed, they accompanied the Kshatriya warriors to the battlefield. അവരായിരുന്നു ക്ഷത്രിയന്മാരുടെ കൂടെ യുദ്ധക്കളത്തിലേക്ക് തേര് തെളിച്ച് പോയിരുന്നത്. They composed poems celebrating their victories. അവരുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഇവർ കവിതകൾ രചിച്ചു. These compositions were circulated orally. ഇത് വാമൊഴിയായി ഇങ്ങനെ പ്രചരിച്ചു. അങ്ങനെയായിരുന്നു മഹാഭാരതം ആദ്യകാലത്ത് അതിൻ്റെ സെൻട്രൽ സ്റ്റോറി ഉണ്ടായത്. ഫേസസ് 1, നമുക്കറിയാം മഹാഭാരതം പല ഘട്ടത്തിൽ കൂടി എഴുതിയതും എഡിറ്റ് ചെയ്യപ്പെട്ടതും ആണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫേസ് 1, ഒന്നാം ഘട്ടം 5th century BC, 5ാം നൂറ്റാണ്ട് BC മുതൽ ഈ രചന ആരംഭിച്ചു. ബ്രാഹ്മിൻസ് began to writing മഹാഭാരതം എഴുതാൻ വേണ്ടി ആരംഭിച്ചു. ന്യൂ സോഷ്യൽ നോംസ് ഓഫ് ദാറ്റ് ടൈം റിഫ്ലക്റ്റഡ് ഇൻ മഹാഭാരതം. കാരണം അന്നത്തെ സാമൂഹ്യ നിയമങ്ങൾ മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഫേസ് 2, രണ്ടാം ഘട്ടം 200 BC to 200 C, 200 BC മുതൽ 200 C വരെ. വർഷിപ്പ് ഓഫ് വിഷ്ണു ഗ്രോയിങ്, ഈ കാലഘട്ടത്തിലാണ് വിഷ്ണുവിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. കൃഷ്ണ വാസ് ബീയിങ് ഐഡന്റിഫൈഡ് വിത്ത് വിഷ്ണു, കൃഷ്ണനെ വിഷ്ണുവുമായി ഉപമിക്കാൻ വേണ്ടി തുടങ്ങി. ഫേസ് 3, 200 C to 400 C. Didactic section of Mahabharata resembling the Manusmriti were added. ഈ കാലത്താണ് ഡിഡാക്റ്റിക് സെക്ഷൻ ഓഫ് മഹാഭാരത, ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്, മനുസ്മൃതിയെ പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഡിഡാക്റ്റിക് സെക്ഷൻ ചേർക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഡാക്റ്റിക് ഉപദേശപരമായിട്ടുള്ള ഭാഗമാണ് മഹാഭാരതത്തിലെ ഭാഗമാണ് ഭഗവത്ഗീത. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ചേർക്കപ്പെട്ടതാണ്. All this addition made the text, which started with less than 10,000 verses to 1 lakh verses. വെറും 10,000 ശ്ലോകങ്ങളുണ്ടായ മഹാഭാരതം ഇങ്ങനെ ചേർത്തുകൊണ്ട്, ഇങ്ങനെ ധാരാളം കൂട്ടിച്ചേർക്കൽ ഉണ്ടായതുകൊണ്ട് 1,00,000 ശ്ലോകങ്ങളായിട്ട് മാറി. This work is traditionally believed that written by Sage Vedavyasa. വേദവ്യാസൻ എഴുതിയ കൃതിയാണെന്നാണ് കരുതപ്പെടുന്നത്. The text is classified into 2 sections. ഈ കൃതിയെ മഹാഭാരതത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. Contains stories, narrative, വിവരണ രീതിയിലുള്ള കഥകൾ പറയുന്ന ഒരു വിഭാഗം. മഹാഭാരതത്തെ പൊതുവായിട്ട് രണ്ടായിട്ട് നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കണ്ടെയ്ൻ സ്റ്റോറീസ്, നരേറ്റീവ്, വിവരണാത്മകമായിട്ടുള്ള ഭാഗം, കഥയൊക്കെ വിവരിക്കുന്ന ഭാഗം. കണ്ടെയ്നിങ് സോഷ്യൽ നോംസ്, സാമൂഹ്യ നിയമങ്ങൾ പറയുന്ന ഭാഗം, ഓൾസോ നോൺ ആസ് ഡിഡാക്റ്റീവ്.
ഡിഡാക്റ്റീവിൽ മഹാഭാരത ഡിഡാക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ഭഗവത്ഗീതയാണ്. അതൊരു ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോർഡ് ഗണേശ ദ സ്ക്രൈബ് അക്കോർഡിംഗ് ടു ട്രഡീഷൻ. മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണെങ്കിലും വേദവ്യാസൻ പറഞ്ഞു കൊടുത്ത് എഴുതിയത് ലോർഡ് ഗണേഷ് ആണ് എന്നാണ് പരമ്പരാഗതമായി ഒരു വിശ്വാസം. ഇവിടെ ഒരു മറ്റൊരു ചിത്രം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും, കുറേ വെളുത്ത കുതിരകൾ നിങ്ങൾ കാണും. ആ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഉപദേശം കൊടുക്കുന്ന ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി സാധിക്കും. കൃഷ്ണ അഡ്വൈസസ് അർജുന ഓൺ ദി ബാറ്റിൽ ഫീൽഡ്. അർജുനൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെയുള്ള അർജുനൻ്റെ ചിത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് വലിയ മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ദീസ് പെയിൻറ്റിങ് ഡേറ്റ്സ് ടു ദി 18th century, 8ാം നൂറ്റാണ്ടിൽ വരച്ച ഒരു ചിത്രമാണിത്. ഭഗവത്ഗീതയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. മഹാഭാരതത്തിലുള്ളതാണ്. എക്സ്കവേഷൻ ഓഫ് ഹസ്തിനപുര. ഹസ്തിനപുരത്തെ എക്സ്കവേഷൻ നടത്തും, ഉത്ഖനനം നടത്തും. ഹസ്തിനപുരത്ത് ഉത്ഖനനം നടത്തും. ഈ മഹാഭാരതത്തിൽ പറയുന്ന ഹസ്തിനപുരം നിലവിലുണ്ടായിരുന്നു. ഹസ്തിനപുരം വിവരിക്കുന്ന വലിയ ഒരു നഗരമായിട്ടാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. എക്സ്കവേഷൻ അറ്റ് ഹസ്തിനപുര മീററ്റിലാണ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. എക്സ്കവേഷൻ അറ്റ് ഹസ്തിനപുര കണ്ടക്റ്റഡ് ഇൻ 1951-52. 1951-52 കാലഘട്ടത്തിലാണ് ഇത് എക്സ്കവേഷൻ നടത്തിയത്. ബൈ ബി ലാൽ ആണ് എക്സ്കവേഷൻ നടത്തിയത്. ഹൗസസ് ഓഫ് ദിസ് പീരിയഡ് വേർ ബിൽഡ് ഓഫ് മഡ് ബ്രിക്സ് ആസ് വെൽ ആസ് ബേൺ ബ്രിക്സ്. ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഡ് ബ്രിക്സ് ആണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടാണ്. ബേൺഡ് ബ്രിക്സ് വളരെ കുറച്ച് ചുട്ടെടുത്ത ഇഷ്ടികയും ഉപയോഗിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരവും ഈ നഗരവും അല്ലെങ്കിൽ ഹാരപ്പയും ഈ നഗരവുമായിട്ട് താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം ഹാരപ്പയും മൊഹൻജദാരോ ഒക്കെ പൂർണ്ണമായും ബേൺ ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച, ഇവിടെ സാധാരണ ചളി കൊണ്ടുള്ള ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ബേൺ ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സോക്കേജ് ജാർസ് ആൻഡ് ബ്രിക്ക് ഡ്രെയിനിങ് വേർ യൂസ്ഡ് ഫോർ ഡ്രെയിനിങ് ഔട്ട് റിഫ്യൂസ് വാട്ടർ. മലിനജലം ഒഴുക്കിക്കളയാൻ വേണ്ടി സോക്കേജ് ജാറുകളായി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ടെറാക്കോട്ട റിംഗ് വെൽസ് ഹാവ് ബീൻ യൂസ്ഡ്. ടെറാക്കോട്ട കൊണ്ട്, കളിമണ്ണിൽ ചുട്ടെടുത്ത വസ്തുവിനെയാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. അപ്പൊ ടെറാക്കോട്ട റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള കിണറൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ടെറാക്കോട്ട റിംഗ് വെൽസ് ഹാവ് ബീൻ യൂസ്ഡ് ബോത്ത് ആസ് വെൽസ് ആൻഡ് ഡ്രെയിനേജ് പിറ്റ്സ്. ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. എ വാൾ എക്സ്കവേറ്റഡ് അറ്റ് ഹസ്തിനപുരം. ഹസ്തിനപുരത്ത് എക്സ്കവേറ്റ് ചെയ്ത വലിയൊരു മതിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോളിയാൻട്രി മാരേജ് ഇൻ മഹാഭാരത. എന്താണ് ബഹുഭർത്തൃത്വം? മഹാഭാരതത്തിൽ ബഹുഭർത്തൃത്വത്തെ കുറിച്ച് പറയുന്നത്. ദ്രൗപദീസ് മാരേജ് വിത്ത് പാണ്ഡവ വാസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിയാൻട്രി. പാണ്ഡവന്മാര് രാജ്യമൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ദ്രൗപദിയെ ഇവര് കല്യാണമൊക്കെ കഴിച്ച് വരികയാണ്. കുന്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ അമ്മയെ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു കക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ കുന്തി കരുതുന്നത് ഭിക്ഷയാചിച്ച് കൊണ്ടുവന്നതായിരിക്കും. അപ്പം 5 പേരും ഭിക്ഷയാചിച്ച് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ 5 പേരും അത് എടുത്തോളൂ എന്നാണ് പറയുന്നത്. 5 പേരും കൂടി അത് എടുത്തോളൂ എന്ന് പറയും. അമ്മ പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ദ്രൗപദി 5 പേരുടെയും ഭാര്യയായി തീരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ദ്രൗപദീസ് മാരേജ് വിത്ത് പാണ്ഡവ വാസ് ആൻ എക്സാമ്പിൾ ഫോർ പോളിയാൻട്രി മാരേജ്. ഇത് ബഹുഭർത്തൃത്വം എന്നുള്ള അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ദ്രൗപദിയുടെ വിവാഹം. പോളിയാൻട്രി മാരേജ് ഇൻ മഹാഭാരത സജസ്റ്റ് ഡിഫറെന്റ് തിങ്സ്. എന്തുകൊണ്ടാണ് ഒരാളെ 5 പേരും ഒക്കെ ചേർന്ന് ഭാര്യയാക്കി മാറ്റുന്നത്? എന്ത് സാമൂഹ്യ അടിസ്ഥാനത്തിലായിരിക്കും? ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദി ഷോർട്ടേജ് ഓഫ് വിമൻ. സ്ത്രീകളുടെ കുറവ് സമൂഹത്തിൽ ചിലപ്പോൾ
ഉണ്ടായിട്ടുണ്ടാവാം. സ്ത്രീകൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തന്നെ ഒന്നിലധികം പേര് വിവാഹം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. ഡ്യൂ ടു സിറ്റുവേഷണൽ ക്രൈസിസ്, ചില പശ്ചാത്തലത്തിൽ, ചില സന്ദർഭത്തിൽ ഇങ്ങനെ വിവാഹം കഴിക്കാനും സാധ്യതയുണ്ട്. നരേറ്റീവ് സംടൈംസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ സോഷ്യൽ റിയാലിറ്റീസ്. ചിലപ്പോൾ സാമൂഹ്യ യാഥാർത്ഥ്യവുമായിട്ടൊന്നും ഈ കഥക്ക് ചിലപ്പോൾ ബന്ധമുണ്ടാവൂല എന്നും കൂടി കരുതുന്നു. എ ഡൈനാമിക് ടെക്സ്റ്റ്, ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം. മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം. മഹാഭാരത വാസ് റിട്ടൺ ഇൻ എ വെറൈറ്റി ഓഫ് ലാംഗ്വേജ്. മഹാഭാരതം വിവിധ ഭാഷയിൽ രചിച്ചിട്ടുണ്ട്. ദോസ് പീപ്പിൾ ഹൂ റോട്ട് വേർഷൻ ഓഫ് ദ എപ്പിക് ആഡർ സ്റ്റോറീസ് ഒറിജിനേറ്റഡ് സർക്കുലേറ്റഡ് ഇൻ ദെയർ ലൊക്കാലിറ്റീസ്. ആരൊക്കെ മഹാഭാരതം എഴുതിയോ അവരൊക്കെ അവരുടെ പ്രദേശത്ത് അന്ന് പ്രചരിച്ച കഥകളൊക്കെ ഇതിൽ കൂട്ടിച്ചേർത്തു. The central story of epic was often retold in many ways. ഇതിന്റെ കേന്ദ്ര കഥ പലതരത്തിലും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു. എപ്പിസോഡ്സ് വെർ ഡിപിക്റ്റഡ് ഇൻ സ്കൾപ്ചർ ആൻഡ് പെയിന്റിംഗ്. ഇതൊക്കെ പ്രതിമ നിർമ്മിക്കുമ്പോഴും അതുപോലെ തന്നെ പെയിന്റിങ്ങുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിന്റെ തീമായിട്ട് മാറി. ഓരോ പെയിന്റിങ്ങും നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ കഥയൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ടാവും. They also provide themes for a wide range of performing arts, dance and other kinds of narration. കഥ എഴുതുന്നതിനും ഡാൻസ് ഉണ്ടാക്കുന്നതിനൊക്കെ തീമായിട്ട് ഈ മഹാഭാരതം പിന്നീട് മാറി. One of the best example of retelling of Mahabharata is the famous short story Kundi O Nishadi. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് കുന്തി ഓ നിഷാദി. It was written by Mahasweta Devi, an Indian writer in Bengali and an activist. ബംഗാളി എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും ഒക്കെയായ മഹാശ്വേതാദേവി എഴുതിയ ഒരു കൃതിയാണ്, മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കുന്തി ഓ നിഷാദി. നമുക്കറിയാം, എല്ലാ വിധത്തിലുള്ള അനീതിക്കെതിരെയും ചൂഷണത്തിനെതിരെയും പ്രതികരിച്ച ഒരു എഴുത്തുകാരിയാണ് മഹാശ്വേതാദേവി. അവര് ഈ മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു കഥയാണ് കുന്തി ഓ നിഷാദി. ഈ കഥയിൽ പറയുന്നത് ഈ മഹാഭാരതത്തെ ആസ്പദമാക്കി എഴുതിയ കഥയാണ്. നമുക്കറിയാം, മഹാഭാരതം എന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു കലഹമാണ്. ആരാ അതിൽ ജ്യേഷ്ഠൻ? ധൃതരാഷ്ട്രൻ ജ്യേഷ്ഠനാണ്. അനുജന്റെ പേര് പാണ്ഡു എന്നുള്ളതാണ്. ഇവരുടെ അച്ഛൻ വിചിത്രവീര്യനാണ്. വിചിത്രവീര്യനാണ് ഹസ്തിനപുരം ഭരിക്കുന്നത്, അല്ലെ കുരു രാജ്യം ഭരിക്കുന്നത്. വിചിത്രവീര്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു, അംബ, അംബാലിക. അംബാലിക. അപ്പം 2 പേരിൽ അംബയുടെ മകനാണ് ധൃതരാഷ്ട്രൻ, മൂത്ത പുത്രനാണ് ധൃതരാഷ്ട്രൻ. പക്ഷേ അദ്ദേഹത്തിന് ജന്മന അന്ധനായിരുന്നു, കണ്ണു കാണാൻ സാധിക്കില്ല. അംബാലികയുടെ മകനായിരുന്നു പാണ്ഡു. പറയുന്ന പോലെ തന്നെ പാണ്ഡ് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെളുത്ത കളറുള്ള ആളാണ് പാണ്ഡു എന്ന് പറയുന്നത്. ഇപ്പൊ 2 മക്കളാണുള്ളത്, ധൃതരാഷ്ട്രവും പാണ്ഡു. വിചിത്രവീര്യൻ മരിച്ചിട്ടാകുമ്പോൾ അന്ധനായ ധൃതരാഷ്ട്രൻ, അന്നത്തെ നിയമം അനുസരിച്ച് മൂത്തപുത്രനാണ് രാജ്യം ലഭിക്കേണ്ടത്. പക്ഷേ മൂത്തപുത്രൻ ധൃതരാഷ്ട്രൻ അന്ധനാണ്, അതുകൊണ്ട് രാജ്യം പാണ്ഡുവിന് ലഭിച്ചു. അങ്ങനെ പാണ്ഡു രാജഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡു കുന്തി വിവാഹം കഴിച്ചു. കുന്തിക്ക് 3 മക്കളാണുള്ളത്, നമുക്കറിയാം. അതുപോലെ തന്നെ പാണ്ഡുവിന് രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു, മാദ്രി. അവർക്ക് 2 മക്കൾ. അങ്ങനെ പാണ്ഡുവിന് 5 മക്കൾ. ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു. നമുക്കറിയാം, ഭർത്താവിന് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഞാനും ലോകത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണ് കെട്ടിയ സ്ത്രീയാണ് ഗാന്ധാരി. അവർക്ക് 101 മക്കളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മൂത്തവനാണ് ദുര്യോധനൻ. 101 മക്കളിൽ ഏറ്റവും മൂത്തവനാണ് ദുര്യോധനൻ. അവരെ കൗരവർ എന്ന് പറയുന്നു. പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവർ എന്നും പറയുന്നു. പാണ്ഡു നിർഭാഗ്യവശാൽ മരണപ്പെടുന്നു. പാണ്ഡുവിന്റെ ചിതയിൽ രണ്ടാമത്തെ ഭാര്യയായ മാദ്രി, അല്ലെങ്കിൽ മറ്റൊരു ഭാര്യയായ മാദ്രി സതി അനുഷ്ഠിക്കുന്നു. സതി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി ഒരു
അനാചാരം നമുക്കിവിടെ കാണാൻ വേണ്ടി, അന്നത്തെ നിയമം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാദ്രി ചിതയിൽ ചാടുന്നു, സതി അനുഷ്ഠിക്കുന്നു. അങ്ങനെ കുന്തിയുടെ നേതൃത്വത്തിൽ 5 മക്കൾ പിന്നീട്, അല്ലെങ്കിൽ കുന്തിയുടെ നിയന്ത്രണത്തിൽ 5 മക്കൾ പാണ്ഡവന്മാർ വളർന്നു വരികയാണ്. ഈ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള, ദുര്യോധനന്റെ നേതൃത്വത്തിലും ഇവിടെ പാണ്ഡവരുടെ നേതൃത്വത്തിലുള്ള ആ 2 വിഭാഗം ബന്ധുക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മഹാഭാരത കഥയിൽ പറയുന്നത്. മഹാഭാരത യുദ്ധത്തിൽ നമുക്കറിയാം പാണ്ഡവർ വിജയിച്ചു, അതൊക്കെ നമുക്കറിയുന്ന കഥയാണ്. പക്ഷെ ഈ മഹാഭാരത യുദ്ധത്തിന് മുമ്പേ തന്നെ പാണ്ഡവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ കൗരവർ തീരുമാനിച്ചു. അതിന് അരക്കില്ലം എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും പാണ്ഡവരെ ഇല്ലാതാക്കണം. അങ്ങനെ അരക്കില്ലം നിർമ്മിച്ചു. പക്ഷേ പാണ്ഡവർക്ക് ഇതറിയാം, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന്. അവരതുകൊണ്ട് തന്നെ ഒരു തുരങ്കം ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാക്കി. അരക്കില്ലത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കി. വലിയ സദ്യ സംഘടിപ്പിച്ചു. ബ്രാഹ്മണന്മാരൊക്കെ വന്ന് സദ്യ കഴിച്ചു. അന്ന് തന്നെ ഒരു നിഷാദ സ്ത്രീയും 5 കുട്ടികളും അവിടെ വന്നു. അവർ ഭക്ഷണം കഴിച്ചു, തിന്നു, കുടിച്ചു, അവിടെ തന്നെ വീണുറങ്ങി. രാത്രിയിൽ കൗരവർ അരക്കില്ലത്തിന് തീ കൊടുത്തു. പാണ്ഡവർ നേരത്തെ തന്നെ നിർമ്മിച്ച തുരങ്കത്തിൽ കൂടി രക്ഷപ്പെട്ടു. പക്ഷേ അന്ന് അരക്കില്ലത്തിൽ ഈ നിഷാദ സ്ത്രീയും 5 കുട്ടികളും വെന്തു മരിച്ചു. എല്ലാവരും, നാട്ടിൽ മൊത്തം പ്രചരിച്ച കഥ, പാണ്ഡവർ മരിച്ചു. ഒരു സ്ത്രീയും 5 കുട്ടികളും വെന്തു മരിച്ചിരിക്കുന്നു, പാണ്ഡവർ മരിച്ചു എന്നുള്ളതാണ്. ശരിക്കും പാണ്ഡവർക്കേറ്റ ഒരു കളങ്കമായിട്ടാണ് മഹാശ്വേതാദേവി പറയുന്നത്. കാരണം ഞങ്ങൾ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നിഷാദ സ്ത്രീയെയും 5 മക്കളെയും കൊലക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് മഹാഭാരത യുദ്ധമൊക്കെ നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാണ്ഡവർ വിജയിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രവും അതുപോലെ തന്നെ കുന്തിയും ഒക്കെ സാധാരണ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ധൃതരാഷ്ട്രം അതുപോലെ തന്നെ കുന്തിയും ഗാന്ധാരി ഇവരൊക്കെ വനങ്ങളിലേക്ക് പോവുകയാണ്. ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള വനത്തിലാണ് ഇവർ പിന്നീട് താമസിക്കുന്നത്. ആ വനത്തിൽ വലിയൊരു കാട്ടുതീ ഉണ്ടായപ്പോൾ ഇവരൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ കഥയുടെ ഈ മഹാശ്വേതാദേവി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ അവരെഴുതുന്നത്. ഈ വനത്തിൽ ജീവിക്കുന്ന സമയത്ത്, വനത്തിൽ കൂടി നടക്കുമ്പോൾ നിഷാദ സ്ത്രീകൾ വിറകൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഒരു നിഷാദ സ്ത്രീ കുന്തിദേവി കണ്ടുമുട്ടുകയാണ്. ആ നിഷാദ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ അരക്കില്ലത്തെ ഓർക്കുന്നുണ്ടോ? ഒരു നിഷാദ സ്ത്രീയെയും 5 മക്കളെയും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുന്തി ഇപ്പൊ ചോദിച്ചു, നീയാണോ ആ നിഷാദ സ്ത്രീ? ഞാനല്ല, എൻ്റെ ഭർത്തൃമാതാവാണ് അന്ന് ആ വെന്തു മരിച്ചത്. കുന്തി അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കാട്ടുതീ വരികയും കുന്തി അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുകയും ആ നിഷാദ സ്ത്രീ ഓടിപ്പോവുകയും ചെയ്യും. ഇതാണ് മഹാശ്വേതാദേവി പറയുന്നത്. ശരിക്ക് പാണ്ഡവരെന്ന് നിഷാദൻ സ്ത്രീയോടും 5 മക്കളോടും കാട്ടിയ അനീതിയാണ് മഹാശ്വേതാദേവി വരച്ചു കാട്ടുന്നത്. അന്നും നമുക്കറിയാം സാമൂഹ്യ വ്യത്യാസമാണ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. ഒരു ഏറ്റവും സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തെ നിഷാദന്മാരെന്ന് അറിയാം, വനവാസികളാണ്, അവരോട് കാട്ടിയിരിക്കുന്ന ചതി, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കാണിക്കുന്നത്, ഏത് രീതിയിലാണ് സമൂഹം ട്രീറ്റ് ചെയ്യുന്നത്, അവരെ പരിഗണിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ തീം നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ 3ാമത്തെ തീം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോകൾ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ.